ഒരു വിരൽ ഞങ്ങളെ നേരെ ചൂണ്ടുമ്പോൾ 4 വിരൽ അവരുടെ നേരെ കിടക്കും ആ കാര്യത്തിൽ. കാരണം പതിറ്റാണ്ടുകളായിട്ട് അവർ കൊണ്ടുവരുന്ന പാർട്ടിയാണത്, അവർ കൊണ്ടുവരുന്ന ബന്ധമാണത്. 4 വോട്ടിന് വേണ്ടി യു.ഡി.എഫ് ജമാഅത്ത് ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്നു എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. അദ്ദേഹം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംവാദങ്ങളും തുടങ്ങിയിട്ടുണ്ട്. അതിലാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അല്ല, അത് അവർ എത്ര അവർ പറഞ്ഞാലും അവർക്ക് പറയുന്നിടത്തോളം ഒരു വിരൽ ഞങ്ങളെ നേരെ ചൂണ്ടുമ്പോൾ 4 വിരൽ അവരുടെ നേരെ കിടക്കും ആ കാര്യത്തിൽ. കാരണം പതിറ്റാണ്ടുകളായിട്ട് അവർ കൊണ്ടുവരുന്ന പാർട്ടിയാണത്, അവർ കൊണ്ടുവരുന്ന ബന്ധമാണത്. ആ ബന്ധം അങ്ങനെ മുറിച്ച് കളയാൻ കഴിയില്ല, അവർക്ക് അങ്ങ് പെട്ടെന്ന് അതങ്ങ് അറുത്തിടാൻ കഴിയില്ല. അത്ര പഴക്കമുള്ള തഴക്കും പഴക്കമൊക്കെ വന്ന് അവർ ഒന്നിച്ച് ഒരുപാട് കാലം ഉണ്ടായിരുന്നതാണ്. ഒരു വിരൽ ഞങ്ങളെ നേരെ ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ അവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തയാക്കാൻ നോക്കുമ്പോൾ പരസ്യമായ സഖ്യമായിരുന്നു അസംബ്ലിയിലും പാർലമെൻറ്റിലും ഒക്കെ ഇടതുപക്ഷം ജമാഅത്തെ ഇസ്ലാമിയായിട്ട് പണ്ട്. അതുകൊണ്ടാണ് ഒരു വിരലും കെട്ടാകുമ്പോൾ 4 വിരൽ അവരെ നേരെ കിടക്കും. അതും കൊണ്ട് ഇറങ്ങിയിട്ട് യാതൊന്നും അവർ കിട്ടാൻ പോകില്ല. കാരണം ഞങ്ങൾ അക്കാലത്തുള്ള വീഡിയോ പ്രസംഗങ്ങൾ, അവർ നിന്ന് പ്രസംഗിക്കുന്നതിൻ്റെ മുകളിലുള്ള ബാനർ, ഇതൊക്കെ ധാരാളം സോഷ്യൽ മീഡിയയിൽ ഓടുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ചാനലിലൂടെ വർത്തമാനം പറഞ്ഞതുകൊണ്ട് മാത്രമൊന്നും ആളുകളുടെ മനസ്സിലൊന്നും ആവാൻ പോകുന്നില്ല. കാരണം ഈ നാട്ടിലുള്ള മുഴുവൻ സോഷ്യൽ മീഡിയയിലും ഇടതുപക്ഷവും ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ഒന്നിച്ച് നടന്ന കാലത്തെ മുഴുവൻ കാര്യങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ്. അല്ല, അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെന്ന് അത് വേറെയും പല പാർട്ടികളായിട്ട് ഇപ്പോൾ ആരോപണം ഉണ്ടല്ലോ, ഇടതുപക്ഷം അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. പല പാർട്ടികളുമായിട്ടും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പല വാർഡുകളിലും എന്നുള്ള ആരോപണങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിയായിട്ട് സഖ്യം ഉണ്ടാക്കിയ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പൊന്നാനി പരീക്ഷണം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഞങ്ങൾക്കെതിരായി എല്ലാവരും കൂടിയ പൊന്നാനി പരീക്ഷണം അന്ന് വേദിയിൽ അവരുണ്ടായിരുന്നു. അതുപോലെ എത്ര സംഭവങ്ങൾ പരസ്യമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കൂടി സഖ്യം ചെയ്ത് ഇലക്ഷന് മത്സരിച്ച ഇടതുപക്ഷ മുന്നണി ഇപ്പോൾ ഇത് പറഞ്ഞിട്ട് ഏശാൻ പോകുന്നില്ല, യാതൊരു കാര്യവുമില്ല. യു ഡി എഫ് ആയിട്ടാണ് മത്സരിക്കുന്നത്. ഇതൊരു പ്രാദേശിക തെരഞ്ഞെടുപ്പാണ്. അത് റിസർച്ച് ചെയ്ത് നടന്നാൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പലതും കാണാനുണ്ടാവും. അതുകൊണ്ട് ഈ പൊയ്വടി വെക്കുന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊണ്ടിറങ്ങിയ ആളുകളൊക്കെ അതിൽ വീഴും എന്ന് ധരിക്കുന്നത് മൗഢ്യമാണ്.